ഹലോ ഗൈസ്, നമ്മുടെ ലക്ഷ്മി നക്ഷത്രയുടെ ഒരു വീഡിയോ 3 ദിവസത്തിന് മുമ്പ് വന്നു. ആ 3 ദിവസത്തിന് മുമ്പ് വന്ന വീഡിയോയില് പ്രിയപ്പെട്ട സുധിച്ചേട്ടന്റെ മണം പെർഫ്യൂം ആക്കി എന്നുള്ളതാണ് ആ ഒരു വീഡിയോയുടെ ടൈറ്റിൽ. അത് കമന്റ് ബോക്സ് മുഴുവൻ അവരെ എന്താ പറയാ ബഹുമാനത്തോടു കൂടിയും ആ ഒരു സംഭവത്തിനെ ശ്ലാഘിച്ചുകൊണ്ടും അഥവാ അവരെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള കമന്റ്സ് ഒക്കെയാണ്. അതുപോലെ തന്നെ അത് ആ സുധിച്ചേട്ടന്റെ ഫാമിലിക്ക് അവർ നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ഒരുപാട് അറിഞ്ഞിട്ടുള്ളതാണ്, പേഴ്സണലി അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാൽ വേറെ ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു സംഭവം കണ്ടിട്ട് ഭയങ്കര കുരു പൊട്ടിക്കളഞ്ഞു. വേറെ ആരുമല്ല, നമ്മുടെ ഖൈസിനാണേ. ഖൈസ് പറയണത് നമുക്കൊന്ന് കേട്ടു നോക്കാം. കേൾക്കണമല്ലോ. അതുകൊണ്ടാണ് പിന്നെ ഇതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്കും യൂസ്ഫുൾ ആവുമെങ്കിൽ അവരിലേക്കും കൂടെ എത്തിക്കാലോ. ഓക്കെ, അതൊക്കെ നല്ല ഉദ്ദേശം തന്നെയാണ്. താങ്കളുടെ വേണ്ടപ്പെട്ടവരുടെ പല സ്മെല്ലുകളും ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്കൊക്കെ ഈ വീഡിയോ ഉപകാരം തന്നെയാണ്. എങ്കിൽ കൂടിയും ഇത്തരം സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെതായ പ്രൈവസിയോട് കൂടി ചെയ്ത് കൊടുക്കുമ്പോഴാണല്ലോ അത് ബ്യൂട്ടിഫുൾ ആയി മാറുന്നത്. ഒരാളുടെ പ്രൈവസിയും ഒരാൾ ചെയ്യുന്ന കാര്യത്തിന് എന്ത് ചെയ്യണ്ടെന്നൊക്കെ ഖൈസാണോ തീരുമാനിക്കേണ്ടത്? അല്ല, എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുക. ലക്ഷ്മി നക്ഷത്രയും സുധിച്ചേട്ടനും അതുപോലെ തന്നെ ലക്ഷ്മി നക്ഷത്രയും ഈ സുധിച്ചേട്ടന്റെ ഫാമിലിയും ആ വൈഫും ആ ഒരു കുടുംബമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ അടുത്ത് നിൽക്കുന്നത്, അവരെ കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്തു കൊടുക്കുന്ന ആളെന്നാണ് ഞാൻ നേരിട്ട് അറിയുന്നത്. അഥവാ എന്റെ സൈഡിൽ കൂടെ ഞാൻ പല വ്യക്തികളൊന്നും അറിയുന്നത്. അവിടെ അവരെങ്ങനെ ചെയ്യണം, ഏത് രീതി ചെയ്യണം എന്നുള്ള കാര്യം ആ കുടുംബത്തിനോ അവർക്കോ ഒന്നും പ്രശ്നമില്ലാത്തടത്തോളം ഖൈസിന് എന്താ പ്രശ്നം? ഖൈസ് ഇവിടെ ചാനൽ തുറന്നു വെച്ചിട്ട്, ഖൈസ് മഞ്ചേരിയിൽ മറ്റേ സ്കാൻ സെന്ററിലാണല്ലോ വർക്ക് ചെയ്യുന്നത്, അവിടെ ജോലി ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഈ വീഡിയോ ചെയ്യുന്നു. ഈ വീഡിയോയുടെ അകത്തെല്ലാം ഇതെല്ലാം ഓണാക്കി വെച്ചിട്ട് സാമൂഹിക പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ ആൾക്കാരുടെ അടുത്തൊക്കെ ഫോൺ നമ്പർ വാങ്ങി വെച്ചിട്ട് ലക്ഷ്മി നക്ഷത്രം വിളിച്ച് പറയാത്തത്? അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരുടെ അടുത്ത് ഇത് ഖൈസ് നിരന്തരം വീഡിയോ ഇടുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഒന്ന് നേരിട്ടൊന്ന് വിളിച്ച് പറഞ്ഞു കൊടുക്കാത്തത് അവർ നന്നാക്കി കൂടായിരുന്നോ? എന്താ വീഡിയോ ഇട്ട് ഇത് ചെയ്യുന്നത്? പൈസ ഉണ്ടാക്കാനല്ലേ? അല്ലേ? അപ്പം ഖൈസിന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ കണ്ടന്റ് ആവുന്നു. മരിച്ച ആളെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കാൻ നാണമില്ലേ എന്ന് ചോദിച്ച ടൈറ്റില്ലേ ആ വ്യക്തിയെ, സുധിച്ചേട്ടന് എന്നുള്ള മരണപ്പെട്ട വ്യക്തിയെ വച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നത് ആരാണ് ശരിക്കും? അവിടെ ലക്ഷ്മി നക്ഷത്രം ഡയറക്റ്റായിട്ട് ആ വീട്ടുകാരുമായിട്ടാണ് കണക്ട് ചെയ്ത് നിൽക്കുന്നത്. ഖൈസോ അതിനെ വെച്ചിട്ട് വിമർശിച്ചുകൊണ്ട് ആ സ്ത്രീയെ ചെയ്ത് നല്ലൊരു കാര്യത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. ഞാൻ ലക്ഷ്മി നക്ഷത്രയുടെ വീഡിയോ പിന്നാലെ കാണിക്കാം. ഖൈസ് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യട്ടെ ആദ്യം. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ. ഇതിപ്പോ ഒരുമാതിരി പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്ത പോലായി പോയി. ഇനിയിപ്പോ ഇങ്ങനെ ഒരു സംരംഭം ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ മറ്റു പല രീതികളും സ്വീകരിക്കാമായിരുന്നു. ഒന്നും വേണ്ട, ഒരു പ്രൊമോഷൻ പോലെ വീഡിയോ ചെയ്യായിരുന്നു, അവിടെ പരാമർശിക്കായിരുന്നു സുധിന്റെ വൈഫിന് ഞാൻ ഇവിടുന്നാണ് പെർഫ്യൂം എടുത്തു കൊടുത്തെന്നും പറഞ്ഞു. പ്രൊമോഷൻ പോലെയോ? അവരുടെ ഇമോഷൻസ് വെച്ചിട്ട് ഒരു കാര്യം ചെയ്തതിനെ പ്രൊമോഷൻ ആക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഖൈസിന്റെ ആ ഒരു ചിന്ത ശരിക്കും റോക്കറ്റ് ആണെന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല. പരാമർശിച്ചുകൊണ്ട് ഒരു പ്രൊമോ വീഡിയോ അങ്ങ് ചെയ്താൽ പോരെ? ഇതെന്തോ ആൾക്കാരോട് പറയാനായിട്ടൊരു കാരണം കണ്ടെത്തിയ പോലുണ്ട്. അപ്പൊ ലക്ഷ്മിക്ക് അറിയാം ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത് പൊങ്കാല വരുന്നുള്ളത്. എന്തായാലും ബാക്കി കൂടി പറഞ്ഞാൽ അത് പൊങ്കാല വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇപ്പൊ ഖൈസിനെ പോലെ ചിന്താഗതിയുള്ള ആൾക്കാരും ഉണ്ടല്ലോ. അവർ ചെയ്യുന്ന നല്ല കാര്യമാണോ ഇല്ലെന്നുള്ള കാര്യം ചിന്തിക്കാതെ അവരെ പിടിച്ച് ഏറി കയറ്റാൻ വേണ്ടി ശ്രമിക്കുന്നതിനാണ് അവർ വിമർശിച്ചിട്ടുള്ളത്. നമുക്കിനി ഖൈസിന്റെ ഇതിന് പുറകെ അവർ ചെയ്തേക്കുന്ന വീഡിയോ നിങ്ങൾ കാണിച്ചു തരാം, അപ്പോഴേ ക്ലിയർ ആവുള്ളൂ. എപ്പോഴും കൂടെ വേണം. എന്റെ ലെവൽ ബെസ്റ്റ് ഞാൻ ട്രൈ ചെയ്തിട്ട് ഞാൻ പെർഫോം ആക്കി കൊണ്ടുതരും കേട്ടോ. അതായത് ദുബായിലേക്ക് പോകുന്ന ലക്ഷ്മി നക്ഷത്ര പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ ചെന്നിട്ട് അവിടെ ഒരു പ്രശസ്തനായിട്ടുള്ള വ്യക്തിയുടെ യൂസഫ് എന്നങ്ങനെ അദ്ദേഹത്തിന്റെ പേര്, ഞാൻ ഒരുപാട് വീഡിയോ അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട്. മണം അതുമായിട്ട് സ്മെല്ല് കൊണ്ടുകൊടുത്താൽ അദ്ദേഹം അതിന്റെ പെർഫ്യൂം ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്കൊക്കെ ഒരു പുതിയ അറിവാണ് ഇങ്ങനെ സംഭവം. ശരിക്കും പറഞ്ഞാല് ഞാൻ ബാക്കി കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും ആക്സിഡന്റ് സമയത്ത് ബ്ലഡോട് ചേർന്നിട്ടുള്ള മണം ആദ്യമായിട്ടാണ് എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത്. അതായത് സുധിച്ചേട്ടൻ ആക്സിഡന്റ് നടന്ന സമയത്ത് അദ്ദേഹം ധരിച്ചിരുന്ന ആ ഒരു ഉടുപ്പ്, അതിനകത്ത് അദ്ദേഹത്തിന്റെ മണമുണ്ട്, അദ്ദേഹത്തിന്റെ ചോരയുടെ സ്മെല്ലുണ്ട്, അതെല്ലാം കൂടി ചേർന്നൊരു മണം. അത് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അത് വേണം, അല്ലെങ്കിൽ ആ ഒരു മണം കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നു. ലക്ഷ്മി നക്ഷത്ര യാത്ര ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തിനെ പോലെ ഒരു പ്രഗത്ഭനായിട്ട് ആളുടെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് ആ ഒരു സ്മെല്ല് പെർഫ്യൂം ആക്കി മാറ്റി വീട്ടിലേക്ക് കൊണ്ടുകൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. ഒരു വലിയൊരു കാര്യമല്ലേ? കാരണം നമുക്ക് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തി, നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന വ്യക്തി ഒരു അകൽച്ചയിൽ, ഇപ്പൊ ചിലപ്പോൾ വളരെ ദൂരെ ആയിരിക്കാം, പ്രണയത്തിന്റെ ഭാഗമായിട്ടുണ്ടാവാം, ചിലപ്പോൾ അകന്നു പോയിട്ടുണ്ടാവാം, ചിലപ്പോൾ മരണപ്പെട്ടു പോയിട്ടുണ്ടാവാം, ചിലപ്പോൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ അകപ്പെട്ടു പോയിട്ടുണ്ടാവാം. അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ചില സിനിമകളിലേക്ക് സിംബോളിക്കായിട്ട് കാണുന്നില്ലേ, ആ വേണ്ടപ്പെട്ടവരുടെ ഈ ഡ്രസ്സ് എടുത്ത് വെച്ച് ഇങ്ങനെ ചേർത്ത് പിടിച്ച് അതിന്റെ മണവും ചേർത്ത് വെച്ച് നടക്കുന്നതും കിടക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് അവരുടെ ആ ഒരു ആബ്സെൻസിനെ അവർക്ക് കൂടെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ഒരു സംഭവം. അവരെ വിയോഗം പോലും അവരെ അകറ്റുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു സംഭവത്തിൽ ഒരു നല്ലൊരു കാര്യമാണ് എന്നുള്ളത് മാത്രമാണ്. ഇത് എത്രയോ ആൾക്കാർക്ക് ഈ ഒരു ലക്ഷ്മി നക്ഷത്രയുടെ ഈ വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് ഈ യൂസഫ് കെയർ അടുത്ത് പോയിട്ട് തന്റെ പ്രിയപ്പെട്ട അകന്നു പോയിട്ടുള്ള അവരുടെ ആ ഒരു ഡ്രസ്സോ മറ്റുള്ള കാര്യങ്ങൾ കൊടുത്തിട്ട്
അതിന്റെ ഒരു മണം ഒന്ന് ഉണ്ടാക്കി തരണമെന്ന് പറയാൻ വേണ്ടി ഒരു അവസരം കിട്ടുകയാണ്. ആ ഒരു അവസരം, ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ ലക്ഷ്മി നക്ഷത്രം ഉണ്ടാക്കിയത്. എനിക്ക് തോന്നുന്നു, നിങ്ങളുടെ അഭിപ്രായം എന്താ? മണം ഉണ്ടോ നോക്കി നോക്കി. അവർ ആ ഒരു മണം ഉണ്ടാക്കിയതിനു ശേഷം നാട്ടിലേക്ക് നമ്മുടെ സുധിച്ചേട്ടന്റെ വൈഫിനെ വിളിച്ച് സംസാരിക്കുന്നതാണ്. വളരെ ഇമോഷണൽ ആയിട്ടുള്ള രംഗങ്ങളാണ് ഇതൊക്കെ. എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിലെന്താ തെറ്റെന്ന്. ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ് കേട്ടോ. ഒരു ഹാപ്പി ഡേയാ. ഒരാൾ പറഞ്ഞ ആഗ്രഹം സാധിക്കാനുള്ള വലിയൊരു ശ്രമത്തിലാണ്. ഇതെന്താന്ന് ഓർമ്മയുണ്ടോ? ഭയങ്കര ശബ്ദമൊക്കെ വരുന്നുണ്ടായിരിക്കും കേട്ടോ. ലിഫ്റ്റിൽ കയറാൻ പോവാ. നമ്മുടെ സുധിച്ചേട്ടൻ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സാണിത്. അത് ലാസ്റ്റ് ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സാണ്. ഇത് വേണമെങ്കിൽ ലക്ഷ്മി നക്ഷത്രക്ക് ഇത് ചെയ്യാതിരുന്നൂടെ? അല്ലെങ്കിൽ അവർക്ക് ഇതിനെ ഇഗ്നോർ ചെയ്തൂടെ? ഈ ദുബായിലേക്ക് മറ്റുള്ള സ്ഥലത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്തായാലും എന്തുമാത്രം എക്സ്പെൻസ് വരും. അവർക്ക് ഈ ഒരു സാധനം ആ വ്യക്തിയുടെ അടുത്തൊക്കെ പോയി ചെയ്യണം. ഇത്രയും ട്രാവൽ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ എക്സ്പെൻസ് വരും. ഈ സാധനം അദ്ദേഹത്തിന്റെ ആ ഒരു മരണത്തിൽ അദ്ദേഹം ധരിച്ചിരുന്ന ആ ഡ്രസ്സ് പോലും കൊണ്ടു നടക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീയുടെ ഒരു മാനസികമായിട്ട് എത്രമാത്രം അടുപ്പമുണ്ടെന്ന് ചിന്തിച്ചാൽ പോരെ? അവരെന്തിനാണ് ഇങ്ങനെ കല്ലെറിയുന്നത്? അവരെന്തിനാണ് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ ആ കുടുംബത്തിന് വേണ്ടി ചെയ്ത നല്ലൊരു കാര്യത്തിന് കൈയടിച്ചില്ല എങ്കിലും കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്ക് ആർക്കും തോന്നുന്നുണ്ടോ കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? പെർഫ്യൂം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. രേണു ഒരു ആഗ്രഹം പറഞ്ഞിരുന്നില്ലേ? രേണുവിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം സുധിച്ചേട്ടന്റെ സ്മെല്ല് എന്നും കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് സുധിച്ചേട്ടൻ ലാസ്റ്റ് ഇട്ടിട്ടുള്ള ഡ്രസ്സ് എനിക്ക് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു വലിയൊരു ആഗ്രഹമുണ്ട്. ഏട്ടൻ്റെ സ്മെല്ല് ഇതിലുണ്ട് ഇപ്പോഴും, ഏട്ടൻ്റെ സ്മെല്ല്. അപ്പോൾ ആ സ്മെല്ല് എനിക്ക് ലൈഫ് ലോങ് എൻ്റെ കൂടെ തന്നെ വേണമെന്ന് എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ മരിച്ചവരുടെ സ്മെല്ലെടുത്തിട്ട് പെർഫ്യൂം ഉണ്ടാക്കി നമുക്ക് തരുമെന്ന്. എനിക്ക് എൻ്റെ ഏട്ടൻ്റെ മണം ലൈഫ് ലോങ് എപ്പോഴും കൂടെ വേണമെന്ന്. എൻ്റെ ലെവൽ ബെസ്റ്റ് ഞാൻ ട്രൈ ചെയ്തിട്ട്. ഇതിനകത്ത് എനിക്കറിയത്തില്ലടേ, ഇതിനകത്ത് ഒരു തെറ്റുണ്ടോടെ? എന്തുവാടേ ഇത്? അവർ ചെയ്ത എന്തൊരു ഷോ ഓഫ് ആണ് കാണിച്ചേക്കുന്നത്. ആ ഒരു സ്ത്രീക്ക്, അഥവാ രേണു എന്ന് പറയുന്ന നമ്മുടെ സുധിച്ചേട്ടന്റെ ഭാര്യയ്ക്ക് ചെയ്ത് കൊടുക്കുന്ന ഈ ഒരു സഹായം, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു പെർഫ്യൂം ഉണ്ടാക്കി കൊടുക്കുന്ന പോലത്തെ ഒരു കാര്യം ഇത് കാണുന്ന ഒരു മില്യണിലധികം ആൾക്കാർ കണ്ടു. ആ വീഡിയോ ട്രെൻഡിങ്ങിൽ 7ൽ കിടക്കുന്നു. ഇതുപോലെ ലോകത്തിൽ പല സ്ഥലങ്ങളിൽ എവിടെയെല്ലാം ആൾക്കാർ ഇതേ കാര്യം ഇത് കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് അവർക്കും ഇത് വേണമെന്ന് ആഗ്രഹിച്ചിട്ട് ആ ഒരു ഇത് ഉണ്ടാക്കാൻ താല്പര്യപ്പെടും. അതൊരു തെറ്റായിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല കേട്ടോ, നിങ്ങൾ പറ. ഞാൻ പെർഫ്യൂം ആക്കി കൊണ്ടുതരും കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ എല്ലാവരും പറഞ്ഞത് ദുബായിലുള്ള യൂസഫ് ഭായിയെ പോയി കാണാനാ. നമ്മളപ്പോൾ ഇന്ന് യൂസഫ് ഭായിയെ നേരിട്ട് പോയി കാണാൻ പോവാ. സുധിച്ചേട്ടൻ്റെ ഈ ഒരു ഡ്രസ്സ് അങ്ങോട്ട് കൊടുത്ത് സുധിച്ചേട്ടൻ്റെ സ്മെല്ലായിട്ട് പെർഫ്യൂമായിട്ട് നമ്മൾ ഇന്ന് തിരിച്ചിങ്ങോട്ട് വരും. എന്നിട്ട് അത് രേണുവിന് കൊടുക്കും. അപ്പോൾ എന്നാൽ പോയാലോ? എനിക്കറിയില്ല കേട്ടോ എന്താണെന്നുള്ളത്. എന്തായാലും കുറേ അധികം സന്തോഷമുണ്ട്. അറ്റ് ദ സെയിം ടൈം ചെയ്യാൻ പറ്റിയാൽ മതി എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. എന്തായാലും പോയിട്ട് വരും. അവർക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർ വളരെ സന്തോഷത്തോടുകൂടി ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഞാൻ ഈവൻ ഈ ഒരു പാക്കിംഗ് പോലും മാറ്റിയിട്ടില്ല കേട്ടോ. രേണു എങ്ങനെയാണോ തന്നെ അതുപോലെ ഉണ്ട് സുധിച്ചേട്ടൻ ഇപ്പം നമ്മുടെ കൂടെ. പിന്നെ പറഞ്ഞില്ല എന്ന് വേണ്ട, ഈ വീഡിയോന് പൊങ്കാലിടാൻ വരുന്നവർ പൊങ്കാലിട്ടോളൂ, നോ പ്രോബ്ലം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പലരും വിചാരിക്കും എന്തിനത് വീഡിയോ ആയിട്ട് കാണിക്കണേന്ന്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ എനിക്ക് മിനിമം ഒരു 12,000 മെസ്സേജസ് എങ്കിലും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്കത് ഇപ്പം കാണിച്ചു തരാൻ പറ്റും. എല്ലാവരും ഈ യൂസഫ് ഭായിയുടെ പേര് പറഞ്ഞിട്ടും അതുപോലെ തന്നെ ഇങ്ങനെ പെർഫ്യൂം ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരുടെ റെഫറൻസ് ഒക്കെ കാണിച്ചിട്ട്. അപ്പം അന്ന് ഞാൻ രേണുവിന് പറഞ്ഞ ഒരു വാക്കാണ് ഞാനൊന്ന് സാധിച്ചു കൊടുക്കാൻ പോണേ. അപ്പോൾ അവർക്ക് ഒരുപാട് പേര് അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അവരുടെ റിക്വസ്റ്റ് ചെയ്ത് യൂസഫ് ഭായിയെ കാണൂ എന്നുള്ളത്. അതോടൊപ്പം തന്നെ രേണുവിന് ആ ഒരു കാര്യം ആഗ്രഹം പറഞ്ഞു. ആ ഒരു കാര്യം ഒരുപാട് പേർക്ക് ഇതുപോലത്തെ ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ട് അവർ വീഡിയോ ആയിട്ട് ചെയ്തു. ഇതിനകത്ത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നത് തെറ്റുവല്ലോ ഉണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ കാണുന്നത് തന്നെ. അതുകൊണ്ടാണ് പിന്നെ ഇതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്കും യൂസ്ഫുൾ ആവുമെങ്കിൽ അവരിലേക്കും കൂടെ എത്തിക്കാലോ. ഇത് എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി പോവാട്ടോ. ഓക്കെ, അപ്പം ബാക്കി നിങ്ങൾ നമ്മുടെ ലക്ഷ്മി നക്ഷത്രയുടെ ചാനലിൽ തന്നെ പോയി കാണുക. എനിക്ക് തോന്നുന്നില്ല ഗൈസ്, ഇതിനകത്തൊക്കെ എന്ത് തെറ്റാണ് കാണാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. നമ്മൾ എങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മുടെ നിക് വ്ലോഗ്സിന്റെ അദ്ദേഹം നമ്മൾ വളരെ നല്ലൊരു കാര്യമാണ് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നത്. എത്രയോ വീടില്ലാത്തവർക്കും സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കൊക്കെ എത്രമാത്രം സഹായം നൽകുന്നു. ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നവർ അങ്ങനെ വീഡിയോ ചെയ്യാതെ നിങ്ങൾ കൊണ്ട് പേഴ്സണലി കൊണ്ട് കൊടുത്താൽ പോലെ ചെയ്താൽ പോരെ എന്ന് പറയുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിൽ ഇൻസ്പയർഡ് ആയിട്ട് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള താല്പര്യപ്പെടുന്നവരെ പോലും അങ്ങനെ താല്പര്യമില്ലാതാക്കുകയാണ്. എല്ലാത്തിനും പട്ടിഷോ കാണിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഈ ഒരു കാര്യത്തിന്റെ അകത്ത് സീരിയസ്ലി
അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ആരുടെയെങ്കിലുമൊക്കെ വേണ്ടപ്പെട്ടവർ അകന്നു പോയിട്ട് മരണപ്പെട്ടിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു വിയോഗം നിങ്ങൾക്ക് താങ്ങാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല, അവരുടെ ഒരു മണം നിങ്ങൾ ആ ഒരു സംഭവം സ്മെല്ല് നിങ്ങൾക്ക് കിട്ടുമ്പോൾ അവർ കൂടെ ഉണ്ടാകുന്ന ഒരു തോന്നൽ വരുമ്പോഴേക്കും അതൊക്കെ ഒരു തെറ്റാണോ? എന്താണെങ്കിലും ഖൈസിന്റെ ആ ഒരു ചിന്താഗതി പോലെ എനിക്ക് ഇതിനകത്തൊരു തെറ്റും കാണുന്നില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എനിക്ക് ഇതിനകത്തൊരു തെറ്റ് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്ത വീഡിയോ കാണുക ഗൈസ്. ബൈ.